ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത് കാർ പാർക്ക് മൾട്ടിപ്ലെയറാണ്. അപ്പോൾ ഗൈസ് ഇത് കളിക്കാത്തതായിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ ഗെയിമിലേക്ക് കയറാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളായി കയറ്റി കളിച്ചിട്ട്, അതാണ് എൻ്റെ ഇത്ര പൈസ കോയിൻസും അത്യാവശ്യമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ വാങ്ങിയ വണ്ടിയാണ്. ഫസ്റ്റത്തെ എൻ്റെ പൈസ വാങ്ങിയ വണ്ടിയായതുകൊണ്ട് ഞാൻ ഇപ്പോഴും കൊണ്ടെടുക്കുന്നു. എൻ്റെ 2 വണ്ടിയാണ് ഉണ്ട്. പിന്നെ BMW ഇത് ഞാനൊരു പൈസ കിട്ടാണ്. പിന്നെ നമ്മളെ സ്വന്തം ഈ കാറ് ജീപ്പിൻ്റെ വണ്ടി. അപ്പോൾ നേരെ കളിക്കാം. നമുക്കിപ്പോൾ ഏതാ കളിക്കുക ഗൈസ്? വീട്ടിൽ ഗൈസ്. അപ്പോൾ അങ്ങനെ ഇതാക്കിക്കണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളെ അധികം ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട്, ഇവിടെ അല്ലേ? അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, നമുക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആരോ വിളിക്കുന്നതിനെ. ഹലോ പറ ഗൈസ്, ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോൺ വിളി കഴിഞ്ഞിട്ട് പറയാം ഗൈസ്. അപ്പോൾ ഇവിടെ തിരക്കായപ്പോൾ നമ്മൾ കാർ കിട്ടണേ ഇത് മാറ്റിക്കിട്ടോ. അപ്പോൾ ഗൈസ് അവൻ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഒരു സ്ഥലത്ത് ഒരു വലിയ കപ്പലും പ്ലെയിനും എങ്ങനെയെന്ന് അറിയില്ല, നല്ലൊരു ക്രാഷിനായിട്ട് എടുക്കുന്നു ഇത്ര. അപ്പം നമുക്ക് അവിടെ വരെ പോകണം ഗൈസ്. അപ്പത്തിനില്ലേ എനിക്ക് ചെറിയ പണിയുണ്ട്. അതിനെന്താണെന്ന് വെച്ചാൽ ഈ കാറിലില്ലേ തീരെ പെട്രോളില്ല ഗൈസ്, കുറച്ച് പെട്രോളാണ്. എന്ത് ചെയ്യുക, അവിടെ വരെ പോകുന്ന പോലും അറിയില്ല. പെട്രോള് അടിക്കണം പോണ വഴിക്ക് എവിടെയെങ്കിലും. അപ്പോൾ ഗൈസ് നമുക്ക് നൈസായിട്ട് കാർ കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ കാറ് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ടാണ്ട് ഇവിടുന്ന് വിടാം. ഓക്കെ, ഞാൻ ഈ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ. ഓക്കെ ഗൈസ് നമുക്ക് നൈസായിട്ടാണ് എടുക്കാൻ വേണ്ടി. അതൊക്കെ മാറിക്കില്ല ഗൈസ്, സാറാണ്. അത് നമുക്കൊന്നും പറയാനില്ല. മാറി തരേ ഗൈസ്, സാറ് മാറാണ്ട്. ഗൈസ് അപ്പം നേരെ എൻ്റെ വീട്ടാട്ടോ. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് പെട്രോൾ പമ്പിൽ കയറണം, പെട്രോൾ അടിക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടാട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കയറിയിട്ടാണ് പെട്രോൾ അടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ വളച്ച് അപ്പുറത്താണ് പെട്രോൾ പമ്പ്. തെറ്റിപ്പോയിട്ടോ ഗൈസ്. ഫുൾ ടാങ്ക് അടിക്കണില്ല, നമ്മൾക്ക് ഇപ്പോൾ പകുതി അടി പോകാനാണ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ ഫുൾ ടാങ്ക് അടിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ചെറുക്കനെ കാണിച്ചു തരാൻ ഫുള്ളായിട്ട്. ഇതാണ് നമ്മൾ സെറ്റാക്കിയിട്ട് ഇങ്ങനെ. പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. നന്നായിട്ട് നിങ്ങൾ ഇതാക്കുമ്പോൾ ഞാൻ അതിനനുസരിച്ച് അടിപൊളി വീഡിയോസ് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഇതൊക്കെയാണ്. അപ്പോൾ അയ്യോ ഫുൾ ടാങ്ക് അടിച്ചോ, സോറി ഗൈസ്. ഫുൾ ടാങ്ക് അടിച്ച് 118 കേക്കാണ് അടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വിട്ടാം ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഗൈസ് നമുക്കിതാ വിടുമ്പോഴാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇതാവും കിട്ടുമോ എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ എറർ തന്നെയും. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോകുമ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞ് എടാ അതൊക്കെ എടുത്ത് കൊണ്ടുപോയിരുന്നു. 2-3-4 ദിവസമായി ചേക്കാൻ ഇപ്പോഴെന്നെ പറയണം. നമ്മളെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല.
ഇവൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ പോകുന്നേ ഞാൻ വിടാട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഈ വഴി ഫുൾ കഴിഞ്ഞാൽ അവൻ്റെ പേര് പറഞ്ഞുതരാം. അല്ലെങ്കിൽ വേണ്ട, ലേഖ അടിപ്പിക്കണ്ടല്ലേ. അപ്പോൾ ഗൈസ് അവൻ്റെ പേര് മാസ്ക് എന്നാണ്. അപ്പോൾ ഞാൻ മാസ്ക് എന്ന് വിളിക്കാം. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ പോട്ടെ. എല്ലാവരും ട്രാഫിക് കൂടെ ഒക്കെ വരുമ്പോൾ ഞാൻ ഈ സൈഡിൽ അയ്യോ ഗൈസ് പണി തട്ടിപ്പോയി. കുഴപ്പമില്ല. ഞാനില്ലേ അടുത്തൊരു വീഡിയോയിലില്ലേ നിങ്ങളില്ലേ കമൻ്റ് ഇട്ടാൽ മതി. ആളുടെ പേര് ഞാൻ ഈ കാറ് മേടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ BMW അടിക്കാം. ഏത് കാറിൽ അടിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അടിക്കാം കേട്ടോ. ഗൈസ് നമ്മൾ നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല മഴ കേട്ടോ. നിങ്ങളവിടെ എങ്ങനെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നേ. എപ്പോഴെത്താമെന്ന് അറിയില്ല, ഞാൻ പോവാനേ. ഓക്കെ ഗൈസ് എങ്ങോട്ടാ പോകേണ്ടിയെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ കാർ പാർക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടത്. ഞാൻ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടെന്നൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ പറഞ്ഞത്. അപ്പോൾ ഗൈസ് പറഞ്ഞ് നമ്മൾ സ്ഥലം എത്തിയിട്ടോ. സിറ്റി 1 നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഗൈസ് സിറ്റി 1 എത്തി. നേരെ ഇങ്ങോട്ടാണ് പോവുക. ഗൈസ് പോലീസ് വിളിക്കുന്നല്ലോ. എന്താ ഗൈസ് എന്താണെന്നറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പോലീസ് വിളിച്ചെന്താണെന്നറിയില്ല. ഗൈസ് നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടോ കേട്ടോ. നമുക്ക് ഇറങ്ങാം കേട്ടോ. നേരെ അവിടെ കൂട്ടാക്കോ. ഗൈസ് പണിയല്ലോ. ഇന്ന് രാവിലെ എണിച്ചപ്പോഴേ എനിക്ക് എന്തോ തോന്നിയതാ എന്തെങ്കിലും പണി കിട്ടുമോ. സാറ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് വരികയാണോ അതോ അവിടേക്ക് പോവാണോ. ഗൈസ് സാർ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങോട്ട് പോകട്ടെ. എന്താ സാറേ? എന്താണോ നീ? എൻ്റെ വണ്ടി ഫുൾ മോഡിഫൈ പോലെ, അങ്ങനെയൊന്നും വണ്ടി ഓടിക്കാൻ പാടില്ല. അല്ല സാറേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് മോഡിഫൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ അങ്ങനെ ഇത് കേട്ടിട്ടില്ലല്ലോ സാറേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഫൈനിൽ തന്നെ ഞങ്ങൾ അങ്ങനെ അടിച്ചു തരും. മതിയൊക്കെ പൈസ തന്നിട്ട് പോയിക്കോ. എന്താ സാറേ ഇങ്ങനെ പറയണേ? ഇന്ന് ഞങ്ങളോട് പറയണ്ട, പോയിട്ട് ഫൈൻ അടിക്കണം. ഓ ഗൈസ് അപ്പം അങ്ങനെ ഫൈൻ ഇട്ടിക്കാണ്. 5000 രൂപയാണ് ഫൈൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഫൈൻ അടച്ചിട്ട് വരാം. ഗൈസ് എന്തായാലും ഒരു ചെറിയ മൂഡ് ഫൈനാണ്. എന്താണല്ലേ. പിന്നെ സ്റ്റിക്കർ വർക്കൊക്കെ മാറ്റാൻ പറഞ്ഞവർ. ഞാൻ മാറ്റുന്നില്ല ഗൈസ്. എത്ര പൈസ കൊടുത്താലും ഞാൻ മാറ്റില്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ വിടാട്ടോ. എന്തായാലും ഗൈസ് സ്വന്തം നമ്മളൊരു ഇഷ്ടത്തിന് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഗൈസ് അപ്പം ഞാൻ കയറി വണ്ടി തോടെ വെക്കുന്നുണ്ട്. അപ്പം നൈസായിട്ട് നമുക്ക് പിഴ അടച്ചിട്ട് വരാം. അപ്പം ഗൈസ് ഞാൻ പിഴ കടച്ച് നല്ല സീനാട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.